ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള വെറും 3 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് നമുക്ക് കൊടുക്കാനായിട്ട് വളരെയധികം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കുന്നതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ, അല്ലാതെ നമ്മൾ അരിഞ്ഞെടുക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ദാണ്ട് എല്ലാം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1-2 വെള്ളത്തിലിട്ട ശേഷം ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഒലച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് വെക്കാം. ഞാനൊരു 3 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഇത് ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ ഇത് ഉരുളക്കിഴങ്ങ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നല്ലതുപോലെ വിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് തോരാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ മാറിയിട്ട് നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത് ഗ്രേറ്റ് ചെയ്ത് വെക്കുമ്പോഴേ ഇത് ഉരുളക്കിഴങ്ങാണെന്ന് പോലും പറയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി വേണ്ടത് 2 മുട്ടയാണ്. ഞാൻ 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ മുട്ടയാണെങ്കിൽ 1 ആയാലും മതി കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മൾ അടി കൂട്ടി വേണം ഇളക്കി കൊടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ അടി കൂട്ടി വേണം നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ മുട്ടയും അതേപോലെ തന്നെ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്താൽ മൈദപ്പൊടിയും കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടണം. അപ്പം ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കളറ് കിട്ടാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി ചേർത്തതാണ് കേട്ടോ. ഇത് ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഈ സമയം ചേർത്ത് കൊടുത്തത്. കണ്ടില്ലേ, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതി. പാൻ ഒരുപാട് ചൂടായിട്ട് എണ്ണ ഒഴിക്കാൻ നിൽക്കരുത് കേട്ടോ. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം മാത്രം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയും ഒരുപാട് ചൂടാവാനായിട്ട് നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദാണ്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ദാണ്ട് ഇതിൻ്റെ മുകൾ വശമൊക്കെ നല്ലതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. സൈഡൊക്കെ നല്ലതുപോലെ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ് കേട്ടോ. 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണിത്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വേറൊന്നും ഞാൻ ചേർക്കാഞ്ഞത്. ഇത് നമുക്ക് നല്ലതുപോലെ എരിവൊക്കെ ചേർത്ത് നമുക്ക് കുരുമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്ത് ആ രീതിയിലും ഉണ്ടാക്കാവുന്നതാണ്. അതേപോലെ തന്നെ മധുരം ചേർത്തുണ്ടാക്കാനാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിനകത്തിൽ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പല രീതിയിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 2 വട്ടം തുറന്നതൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകൾ വശമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടിവശം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഈ പാൻ കുറച്ച് കുഴിയുള്ളത് ആയതുകൊണ്ട് നമുക്ക് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്ത് ഇതേപോലെ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഞാനിത് പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ദാണ്ട ഇതേപോലെ നമ്മൾ നേരത്തെ ആ പാനിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പ്രത്യേകിച്ച് ഇനി എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ആദ്യം ഒഴിച്ചു കൊടുത്ത ആ എണ്ണ മാത്രം മതി കേട്ടോ. വളരെ കുറച്ച് എണ്ണ മാത്രം മതി നമ്മളിത് ചെയ്യുന്നതിനായിട്ട്. ഇപ്പം ഞാൻ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇത് അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറു സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ വളരെ നല്ലതായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണിത് കേട്ടോ. ഇത് നമുക്ക് സോസിൻ്റെ കൂടെ ആയാലും ചട്നിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പെപ്പർ പൗഡറില്ലേ, പെപ്പർ പൗഡർ വിതറിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം, ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്നറിയാം. ഇതേപോലെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ലൊരു സ്നാക്സാണ്. അധികം ചേരുവകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.